നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമ്പലവയലിൽ 20ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധ. ആശുപത്രിയിലായത് ടൗണിലെ ചായക്കടയിൽ നിന്ന് ഉള്ളിവട കഴിച്ചവർ. ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. ഫ്രീഡം ടു മൂവ് പ്രവർത്തകർ ബത്തേരിയിൽ റോഡ് ഉപരോധിച്ചു. രാത്രിയാത്രാ നിരോധനത്തിൽ അടുത്ത മാസം 7-ന് മുഖ്യമന്ത്രിയുമായി ചർച്ച. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചു. ബീനാച്ചിയിലെ വർക്ക്ഷോപ്പ് ജീവനക്കാരൻ അറസ്റ്റിൽ. ലഹരിയുടെ നീരാളിപ്പിടുത്തം ക്യാമ്പസുകളിൽ അശാന്തി പടർത്തുന്നു. പെൺകുട്ടികളടക്കം മയക്കുമരുന്നിന്റെ പിടിയിൽ. വയനാട് ന്യൂസ് അന്വേഷണം. പുൽപ്പള്ളിയിൽ വിദ്യാർത്ഥിനികളെ പോലും മയക്കുമരുന്ന് ലോബി ഇരകളാക്കുന്നതായി ABVP. മജുംദാർ രക്തസാക്ഷി ദിനാചരണവുമായി മാവോയിസ്റ്റുകൾ. പോലീസ് ജാഗ്രതയിൽ. ദിനാചരണം നാളെ മുതൽ. കാഞ്ഞിരത്തിനാൽ ഭൂമി പ്രശ്നം. MLA-മാരെ വിചാരണ ചെയ്യുന്നതിൽ നിന്ന് സമരസഹായ സമിതി പിന്മാറി. ഹൈക്കോടതിയിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചു. അധ്വാനത്തെ ആത്മീയ സാധനയാക്കി കമ്പളനാട്ടി. ഞാറ്റടിയിൽ തുടികൊട്ടി നൃത്തം വെച്ച് ആദിവാസികൾ. എഡിറ്റേഴ്സ് ചോയ്സ്. വിശദമായ വാർത്തകളിലേക്ക്. അമ്പലവയലിൽ 20ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധ. ടൗണിലെ ചായക്കടയിൽ നിന്ന് ഉള്ളിവട കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ട 7 പേരെയാണ് അമ്പലവയലിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യവകുപ്പ് അധികൃതർ ചായക്കട അടപ്പിച്ചു. ഉള്ളിവടയുടെ അവശിഷ്ടങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. ടൗണിലെ ചായക്കടയിൽ നിന്ന് വൈകിട്ട് 6 മണിയോടെ ഉള്ളിവട കഴിച്ച സ്വകാര്യ ഷോപ്പിലെ 7 ജീവനക്കാർക്ക് വയറുവേദനയും ഛർദിയും ഉണ്ടാവുകയായിരുന്നു. രാത്രിയോടെ കൂടുതൽ പേരെ ആശുപത്രിയിലെത്തിച്ചു. ഇതേ ചായക്കടയിൽ നിന്ന് ഉള്ളിവടയും ചായയും കഴിച്ചവരും ഉള്ളിവട പാഴ്സൽ വാങ്ങിക്കൊണ്ടുപോയവരുമാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് ഇരയായത്. അമ്പലവയലിലെ സ്വകാര്യ ആശുപത്രിയിലും സാമൂഹികാര്യ കേന്ദ്രത്തിലും ഇവരെ പ്രവേശിപ്പിച്ചു. ടൗണിലെ ചായക്കടകളിലും ഹോട്ടലുകളിലും ആരോഗ്യവകുപ്പ് പരിശോധന നടത്തുന്നില്ലെന്നാരോപിച്ചാണ് അമ്പലവയൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പ്രതിഷേധ മാർച്ച് ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു. മാസത്തിൽ 2 തവണ ഹോട്ടലുകളിൽ പരിശോധന നടത്താറുണ്ടെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. ചായക്കടയിലെ ഭക്ഷ്യവസ്തുക്കളുടെ സാമ്പിൾ കോഴിക്കോട് മലാപ്പറമ്പ് ഫുഡ് സേഫ്റ്റി ലാബിലേക്ക് അയച്ചതായി ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. ചായ, കാപ്പി അതിൻ്റെ സാമ്പിൾ ശേഖരിക്കും. അത് ഫുഡ് സേഫ്റ്റി ഓഫീസർ ബത്തേരി സർക്കിളിന് കൊടുക്കുകയും അത് കോഴിക്കോട് റീജിയണൽ അനലിറ്റിക്കൽ ലാബിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ആശുപത്രിയിൽ അഡ്മിറ്റ് ആയവരെല്ലാം ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ട്. കൂടുതൽ ഒരു 4 പേര് നമ്മളിവിടെ OP-യിൽ വന്നിട്ടുണ്ട്. മറ്റ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. യേശുദാസ്, ഷാഫി, പ്രശാന്ത് തുടങ്ങിയവർ യൂത്ത് കോൺഗ്രസ് മാർച്ചിന് നേതൃത്വം നൽകി. വിനേഷ് മാത്യു, വയനാട് ന്യൂസ്, അമ്പലവയൽ. രാത്രിയാത്രാ നിരോധനം പിൻവലിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രീഡം ടു മൂവിന്റെ നേതൃത്വത്തിൽ ബത്തേരിയിൽ ദേശീയപാത ഉപരോധിച്ചു. രാവിലെ 9:30 ട്രാഫിക് ജംഗ്ഷനിലായിരുന്നു ഉപരോധം. അടുത്ത മാസം 7-ന് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്താമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉറപ്പിന്മേൽ ഉപരോധം അവസാനിപ്പിച്ചു. രാത്രിയാത്രാ നിരോധനം പിൻവലിക്കുക എന്ന ആവശ്യമുന്നയിച്ച് ബത്തേരി കേന്ദ്രീകരിച്ച് രൂപീകരിച്ച യുവജന കൂട്ടായ്മ ഫ്രീഡം ടു മൂവിന്റെ നേതൃത്വത്തിലാണ് ദേശീയപാത ഉപരോധിച്ചത്. സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ ഉടൻ അഭിഭാഷകനെ നിയമിക്കുക, ഇരു സംസ്ഥാനങ്ങളിലെയും മന്ത്രിതല ചർച്ച നടത്തുക, അഭിഭാഷക പാനലിനെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദേശീയപാത ഉപരോധിച്ചത്. രാവിലെ 9:30 ട്രാഫിക് ജംഗ്ഷനിലാണ് ഉപരോധം ആരംഭിച്ചത്. സുൽത്താൻ ബത്തേരി മരിക്കാതിരിക്കാൻ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഏത് ആളുകൾ മുന്നോട്ട് വന്നാലും ആ പോരാട്ടത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു നാടിനോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ അല്ലെങ്കിൽ പ്രതിബദ്ധത എന്നുള്ളതാണ് ഞങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത്. ഉപരോധം കൽപ്പറ്റ MLA CK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് 10:00 ADM KM രാജു എത്തി നഗരസഭാ ചെയർമാൻ CK സദേവന്റെ അധ്യക്ഷതയിൽ നടത്തിയ ചർച്ചയിലാണ് ഓഗസ്റ്റ് 7-ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്താമെന്ന ഉറപ്പ് ലഭിച്ചത്. അവസാനിപ്പിക്കണം. കാരണം തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങളെ പ്രതിഷേധം നമ്മൾ എന്തായാലും ഗവൺമെന്റിൽ അറിയിക്കുകയും നിങ്ങൾക്ക് പിന്നെ MLA വിളിച്ചിരുന്നു. MLA-മാരുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കാണാനുള്ള ഒരു അവസരം കൂടെ ഉണ്ടാക്കി തരാമെന്നും MLA അറിയിച്ചിട്ടുണ്ട്.
ഇതിന്റെ അടിസ്ഥാനത്തിൽ 11:30 ഉപരോധം പിൻവലിക്കുകയായിരുന്നു. 7-ന് അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം പുനരാരംഭിക്കുമെന്നും ഫ്രീഡം ടു മൂവ് ഭാരവാഹികൾ അറിയിച്ചു. സമരം ഞങ്ങൾ തൽക്കാലത്തേക്ക് മാത്രമാണ് അവസാനിപ്പിക്കുന്നത്. ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ നേടിയെടുത്തിട്ടില്ലെങ്കിൽ 7-ാം തീയതിക്ക് ശേഷം വീണ്ടും ഈ ഹൈവേ ഉപരോധമടക്കമുള്ള ശക്തമായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളുമായിട്ട് ഫ്രീഡം ടു മൂവിന്റെ ചെറുപ്പക്കാർ ഈ സമരരംഗത്ത് തന്നെ. ഉപരോധത്തെ തുടർന്ന് വാഹനങ്ങൾ മറ്റു വഴികളിലൂടെ പോലീസ് തിരിച്ചുവിട്ടു. വയനാട് ന്യൂസ്, ബത്തേരി. ആദിവാസികളുടെ വീട് പണി പൂർത്തിയാക്കാതെ മുങ്ങിയ 19 കരാറുകാർക്കെതിരെ കേസെടുത്തു. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസ്. ജില്ലയിൽ 3776 വീടുകൾ പണി പൂർത്തിയാകാനുണ്ടെന്ന് കലക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ അറിയിച്ചു. പട്ടികവർഗ പട്ടികജാതി വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരമാണ് നടപടി. പട്ടിക വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ സംബന്ധിച്ച 32 കേസുകളുടെ പുരോഗതി യോഗം അവലോകനം ചെയ്തു. ഗവൺമെന്റ് ധനസഹായം നൽകി പട്ടിക വിഭാഗങ്ങൾക്കായി നിർമ്മാണം തുടങ്ങിയ 100 കണക്കിന് വീടുകൾ പണി പൂർത്തിയാക്കാതെ കരാറുകാർ മുങ്ങിയതു സംബന്ധിച്ച നിരവധി സംഭവങ്ങൾ വയനാട് ന്യൂസ് അടക്കം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വീടുകൾ പണി പൂർത്തിയാക്കാതെ ആദിവാസികളെ ചതിച്ച കേസിൽ മുൻകാലങ്ങളിൽ ജില്ലയിൽ കരാറുകാർക്കെതിരെ കാര്യമായ നടപടി ഉണ്ടായിട്ടില്ല. ആദിവാസി ഭവന നിർമ്മാണം രജിസ്റ്റർ ചെയ്ത കരാറുകാർക്ക് മാത്രം നൽകാനും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവത്തിൽ വർക്ക്ഷോപ്പ് ജീവനക്കാരനെ ബത്തേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ബീനാച്ചിയിലെ ബൈക്ക് വർക്ക്ഷോപ്പിലെ ജോലിക്കാരൻ പഴുപ്പത്തൂർ കൈവട്ടമൂല കണ്ടത്തിൽ മുനീറിനെയാണ് പോക്സോ പ്രകാരം അറസ്റ്റ് ചെയ്തത്. ഈ മാസം 22-ന് വൈകിട്ട് മാതാപിതാക്കൾ ഇല്ലാത്ത സമയത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതി പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. പീഡന വിവരം പെൺകുട്ടി അമ്മയോട് പറഞ്ഞതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. അമ്മ ചൈൽഡ് ലൈനിൽ വിവരമറിയിച്ചു. ചൈൽഡ് ലൈനിന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് മുനീറിനെ അറസ്റ്റ് ചെയ്തത്. വയനാട് ന്യൂസ്, ബത്തേരി. ചെളിക്കുളമായി മാനന്തവാടി KSRTC ബസ് സ്റ്റാൻഡ്. 5 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത ബസ് സ്റ്റാൻഡ് പൂർണ്ണമായി തകർന്നു. ചെളിക്കുളത്തിൽ ബസ് പാർക്ക് ചെയ്യുകയും ചെളിക്കുളം നീന്തി യാത്രക്കാർ ബസ് പിടിക്കുകയും ചെയ്യുന്ന അധികൃത അവഗണനയുടെ നേർക്കാഴ്ചയാണ് മാനന്തവാടി KSRTC ബസ് സ്റ്റാൻഡ്. മാനന്തവാടി ഡിപ്പോയിലെ മുഴുവൻ സർവീസും ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത് ചളിക്കുളമായ സ്ഥലത്ത്. പലപ്പോഴും പാർക്ക് ചെയ്ത ബസ് കെട്ടിവലിച്ചു കൊണ്ടുപോകേണ്ട അവസ്ഥയിലാണ്. ജീവനക്കാർ ബസ്സിൽ ഡ്യൂട്ടിക്ക് എത്തണമെങ്കിലും ചളിക്കുഴി താണ്ടി വേണം പോകാൻ. വിവിധ ആവശ്യങ്ങൾക്ക് ഡിപ്പോയിലെത്തുന്ന പൊതുജനങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചളിവെള്ളത്തിൽ കുളിക്കും. ഡിപ്പോ നവീകരണത്തിന് 55 ലക്ഷം രൂപ അനുവദിച്ചെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ഒരു നടപടിയും ഇതുവരെ പൂർത്തിയായില്ല. ഈ ഡിപ്പോയുടെ ഒരു അവസ്ഥ ശോചനീയ അവസ്ഥയാണ്. ഇത്രയും വരുമാനമുള്ള ഒരു ഡിപ്പോയായിട്ടും അധികൃതർ വേണ്ട രീതിയിൽ ഈ ഡിപ്പോയോട് ഗുണകരമായ രീതിയിലുള്ള ഒരു ഇടപെടലുകൾ കാണിക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ്. അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ നമ്മുടെ ബസ്സുകളൊക്കെ നിർത്തുമ്പോൾ ഇപ്പോൾ അറിയാം, മൊത്തം ഈ ചെളിയിലൂടെയാണ് ഈ ബസ്സുകൾ നിർത്തുമ്പോൾ പലപ്പോഴും ക്രെയിന് കൊണ്ടുവന്ന് കെട്ടിവലിക്കേണ്ട അവസ്ഥയാണ് ഈ ഡിപ്പോക്കകത്തുള്ളത്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. ചുരത്തിന് താഴ്വാരങ്ങളിൽ മാത്രം കലാലയങ്ങളിൽ കേട്ടിരുന്ന കഞ്ചാവടക്കം മയക്കുമരുന്നുകളുടെയും ലഹരിയുടെയും നീരാളിപ്പിടുത്തം വയനാട്ടിലും ക്യാമ്പസുകളിൽ അശാന്തി പടർത്തുന്നതായി റിപ്പോർട്ടുകൾ. ക്ലാസ് മുറിയിലിരുന്ന് മദ്യപിച്ച് പൂസായ പെൺകുട്ടികളടക്കം 3 വിദ്യാർത്ഥികൾ പുൽപ്പള്ളിയിൽ സസ്പെൻഷനിലായത് ഒടുവിലത്തെ സംഭവം. വയനാടിന്റെ ഹൃദയഭാഗത്തെ ഒരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം ലഹരി വസ്തു ഉപയോഗിക്കുന്നവരുടെ പ്രധാന വിഹാര കേന്ദ്രമെന്ന് റിപ്പോർട്ട്. കഷ്ടിച്ച് 7 അംഗങ്ങൾ മാത്രമുള്ള വയനാട് നാർക്കോട്ടിക് സെല്ലിനോ എക്സൈസിനോ ലഹരി വിപത്തിനെ നേരിടാനാകാത്ത സ്ഥിതിയാണ്. ക്യാമ്പസുകളിലെ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിനെതിരെ സമൂഹം അതിജാഗ്രത പാലിക്കാൻ സമയം അതിക്രമിച്ചെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ടെങ്കിലും എന്താണ് ക്യാമ്പസുകളിൽ സംഭവിക്കുന്നതെന്ന് തുറന്നു പറയാനും ക്യാമറയ്ക്ക് മുൻപിൽ വരാനും എല്ലാവരും പേടിക്കുകയാണ്. മയക്കുമരുന്ന് ലോബിയുടെ സ്വാധീനം അത്രയ്ക്ക് ഭയാനകമാണ്. തുറന്നു പറയാൻ ആരും ധൈര്യം കാണിക്കില്ലെന്ന തന്റേടമാണ് ക്യാമ്പസുകളെ ലക്ഷ്യമിടാൻ ലഹരി കച്ചവടക്കാരെ പ്രേരിപ്പിക്കുന്നത്. ക്യാമ്പസുകളുടെ അകത്തളങ്ങളിൽ പോലീസ് പരിശോധിക്കാൻ എത്തില്ല എന്നതാണ് വലിയ സൗകര്യം. കഞ്ചാവിന്റെയും LSDയുടെയും ആംബ്യൂളിന്റെയും മദ്യത്തിന്റെയും പ്രധാന ഇരകൾ വയനാട്ടിൽ വിദ്യാർത്ഥികളാണെന്നത് സ്ഥിതിഗതികളുടെ ഗുരുതരാവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മറ്റു ജില്ലകളിൽ നിന്നോ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ ജില്ലയിലെത്തി ഹോസ്റ്റലുകളിലോ ലോഡ്ജുകളിലോ താമസിച്ചു പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പ്രധാനമായും മയക്കുമരുന്നിന്റെ ഉപഭോക്താക്കൾ. വൈത്തിരിയിലെ ഒരു പ്രൊഫഷണൽ കോളേജിൽ മയക്കുമരുന്നിന്റെ ഇരകളായ വിദ്യാർത്ഥികൾ പോൺ സൈറ്റുകളും ബ്ലൂ ഫിലിമുകളും സംഘം ചേർന്ന് ആസ്വദിക്കുന്ന വിവരം പോലീസിന് കിട്ടിയിട്ടുണ്ട്. 1-2 തവണ കഞ്ചാവ് ഉപയോഗിക്കുന്നവർ പെട്ടെന്ന് കഞ്ചാവിന്റെ അടിമകളാകുന്നതും മസ്തിഷ്ക തകരാറുകൾ ബാധിച്ച് മനോരോഗികളായിത്തീരുന്നതും ഇവർ എന്ത് അതിക്രമങ്ങൾക്ക് മുതിരുന്നതും കലാലയങ്ങളിൽ സാധാരണമായിട്ടുണ്ട്. മനോനില തെറ്റിയ ഇത്തരക്കാരുടെ ഭ്രാന്തൻ പ്രഹരശേഷിയെ സമരാഭാസങ്ങൾക്കു വേണ്ടി ചില സംഘടനകൾ ദുരുപയോഗം ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്.
വിവിധ സംഘങ്ങൾ കലാലയങ്ങളിൽ ഏറ്റുമുട്ടുന്നതും സാധന സാമഗ്രികൾ തല്ലിത്തകർക്കുന്നതും സഹപാഠികളെ ശാരീരികമായി ആക്രമിക്കുന്നതും രാഷ്ട്രീയ ദർശനങ്ങളുടെ ബലത്തിലല്ല, കഞ്ചാവടക്കം മയക്കുമരുന്നുകളുടെ ബലത്തിലാണെന്ന് മുതിർന്ന തലമുറ തിരിച്ചറിയേണ്ടതുണ്ട്. ക്യാമ്പസുകളിൽ ലഹരി കുറവ് കൽപ്പറ്റ നഗരത്തിലാണെന്നാണ് പോലീസ് നിരീക്ഷണം. മാനന്തവാടി, പുൽപ്പള്ളി, മീനങ്ങാടി, വൈത്തിരി, തലപ്പുഴ, ബത്തേരി എന്നിവിടങ്ങളിൽ ചില പ്രമുഖ കലാലയങ്ങളിൽ ക്രമസമാധാനം നിയന്ത്രിക്കുന്നത് മയക്കുമരുന്നു കച്ചവടക്കാരാണ്. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. പുൽപ്പള്ളി ടൗണിലും പരിസരങ്ങളിലും ലഹരി വസ്തുക്കളുടെ വിൽപ്പന സജീവമായി. വിൽപ്പനക്കാരെ പിടികൂടാൻ പോലീസും എക്സൈസും തയ്യാറാകുന്നില്ലെന്ന് പരാതി. പുൽപ്പള്ളി മേഖലയിലെ സ്കൂൾ, കോളേജ് പരിസരങ്ങളിലും കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകൾ വിൽപ്പന നടത്തുന്ന സംഘങ്ങൾ വർദ്ധിച്ചുവരുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രീകരിച്ചാണ് വിൽപ്പന ഏറെയും. ബൈരക്കുപ്പയിൽ നിന്നും മച്ചൂരിൽ നിന്നും കബനിപ്പുഴ കടത്തിക്കൊണ്ടുവരുന്ന കഞ്ചാവുകൾ ചെറുപൊതികളാക്കിയാണ് വിൽപ്പന. ടൗണിലെ ഒഴിഞ്ഞ ഭാഗങ്ങളിലും കടകളുടെ പിന്നിലും വനംവകുപ്പിന്റെ ഓഫീസിന്റെ സമീപത്തുമാണ് വിൽപ്പന. പോലീസോ എക്സൈസോ എത്തിയാൽ ഓടി രക്ഷപ്പെടാൻ കഴിയുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് വിൽപ്പന. ആവശ്യക്കാർക്ക് അവരുടെ സ്ഥലങ്ങളിൽ ബൈക്കുകളിൽ എത്തിച്ചു കൊടുക്കാനും വിൽപ്പനക്കാർ തയ്യാറായതോടെ ആവശ്യക്കാരേറുകയാണ്. ദിനംപ്രതി ജില്ലയുടെ മറ്റ് മേഖലകളിലെല്ലാം കഞ്ചാവ് വിൽപ്പന സംഘങ്ങളെ എക്സൈസും പോലീസും പിടികൂടുമ്പോഴാണ് പുൽപ്പള്ളിയിൽ വിൽപ്പന സജീവമാകുന്നത്. ചുണ്ടക്കൊല്ലി കൈതക്കാടിന് സമീപം ലഹരി വസ്തുക്കൾ പരസ്യമായി വിൽപ്പന നടത്തിയിട്ടും ഇവരെ തടയുന്നതിന് പോലീസിന് കഴിയുന്നില്ല. ഇവർക്കെതിരെ പ്രതികരിച്ചതിന് ചില നാട്ടുകാരെ ഈ സംഘങ്ങൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ചിട്ടും കേസെടുക്കാൻ പോലും തയ്യാറായില്ല. ലഹരി വസ്തു വിൽപ്പന നിയന്ത്രിക്കാൻ അധികൃതർ തയ്യാറാക്കണമെന്നും ലഹരിക്കടിമകളാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എക്സൈസും പോലീസും ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി ലഹരിക്കടിമകളായവരെ രക്ഷിക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കർണാടകത്തിൽ നിന്നൊക്കെ സുലഭമായി ഇവിടെ കഞ്ചാവ് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പലതരത്തിലുള്ള പാവപ്പെട്ട കോളേജ് കുട്ടികളെയും ഒക്കെ അതിന്റെ മറവിൽ അവർ ചൂഷണം ചെയ്യുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് അടിയന്തരമായി ആ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന്. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. പുൽപ്പള്ളി മേഖലയിലെ വിദ്യാർത്ഥിനികളെ മദ്യം മയക്കുമരുന്ന് ലോബികൾ അടിമകളാക്കുകയാണെന്ന് ABVP വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പുൽപ്പള്ളിയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥിനികൾ മദ്യം മയക്കുമരുന്ന് ലോബികളുടെ അടിമകളാകുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം പുൽപ്പള്ളിയിലെ കോളേജിലെ വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിൽ വെച്ച് അമിതമായി മദ്യം മയക്കുമരുന്ന് ഉപയോഗിച്ച് ക്ലാസ് റൂമിൽ ഛർദ്ദിക്കുകയും അധ്യാപകരെ അസഭ്യം പറയുകയും ചെയ്തു. പല അധ്യാപകരും ഇതിന് സാക്ഷികളായിട്ട് പോലും ഇവർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നും ഇതിനെതിരെ നടപടിയെടുക്കാത്ത പക്ഷം ABVP ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും ഭാരവാഹികളായ അജിത് ലാൽ, നന്ദകിഷോർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പുൽപ്പള്ളി മേഖലയിൽ മറ്റു അനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ ശൃംഖല വളർന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ABVPയുടെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. ഇതിനെതിരെ കോളേജിന്റെ പ്രിൻസിപ്പളായാലും അധികൃതരായാലും ഒരു രീതിയിലുമുള്ള നടപടികളും എടുക്കുന്നില്ല. ഈ ലഹരി മാഫിയയ്ക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന രീതിയിലാണ് അവർ നിലപാടെടുക്കുന്നത്. ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാർത്ഥിനികൾ മദ്യപിച്ച ക്ലാസ്സിൽ അസഭ്യവർഷം നടത്തുകയും അതുപോലുള്ള മറ്റു കാര്യങ്ങൾ നടത്തുകയും ചെയ്തിട്ടും അവരെ ഒന്ന് സസ്പെൻഡ് ചെയ്യാനോ മറ്റു രീതിയിലുള്ള നടപടികൾ എടുക്കാനോ പ്രിൻസിപ്പാളോ കോളേജ് മാനേജ്മെന്റോ തയ്യാറായിട്ടില്ല. അതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ലഹരി മാഫിയക്കെതിരെ ശക്തമായ രീതിയിലുള്ള നടപടികൾ എടുത്തില്ലെങ്കിൽ ABVPയുടെ രീതിയിൽ ശക്തമായ രീതിയിലുള്ള സമരപരിപാടികളും ആഹ്വാനം ചെയ്യുന്നതാണ്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കഴിഞ്ഞ 50 വർഷത്തിനിടെ സായുധ വിപ്ലവ വഴിയിൽ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ 15,000 പേർ രക്തസാക്ഷികളായെന്ന് CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി വാർത്താക്കുറിപ്പ്. 2016 ജൂലൈ മുതൽ 2017 മെയ് വരെ 205 പേർ രക്തസാക്ഷികളായെന്നും ചാരു മജുംദാർ രക്തസാക്ഷി ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കേന്ദ്ര കമ്മിറ്റി പറയുന്നു. രക്തസാക്ഷി ദിനാചരണം നാളെ മുതൽ. പോലീസ് ജാഗ്രതയിൽ. നാളെ മുതൽ ആഗസ്റ്റ് 3 വരെ മജുംദാർ രക്തസാക്ഷി ദിനം ആചരിക്കാനാണ് കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം. നിലമ്പൂർ കാടുകളിൽ കൊല്ലപ്പെട്ട കുപ്പു ദേവരാജൻ, അജിത എന്നിവരെയും ഈ ദിനങ്ങളിൽ അനുസ്മരിക്കേണ്ടവരുടെ പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. ഇവരെ രക്തസാക്ഷികളായാണ് വാർത്താക്കുറിപ്പിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഗുരുതരമായ രോഗാവസ്ഥയിൽ കോഴിക്കോട്ടേക്ക് ചികിത്സയ്ക്ക് പോവുകയായിരുന്ന യോഗേഷ് എന്ന കുപ്പു ദേവരാജനെയും അജിതയെയും ബ്രഹ്മഗിരി എന്ന പേരായ ഓപ്പറേഷൻ വഴി കേരള വനങ്ങളിൽ നവംബർ 24-ാം തീയതി പോലീസ് പിടികൂടി പീഡിപ്പിക്കുകയും കസ്റ്റഡിയിൽ കൊല്ലുകയും ചെയ്തു എന്നാണ് മാവോയിസ്റ്റ് രേഖ വിവരിക്കുന്നത്. ഭരണകൂടവും വിപ്ലവകാരികളും തമ്മിൽ നിരന്തരമായ ആയുധ പന്തയത്തിന് വഴിവെക്കുന്ന സായുധ സമരാഹ്വാനമാണ് മാവോയിസ്റ്റ് നേതൃത്വം നടത്തിയിരിക്കുന്നത്. ജനങ്ങളെ സമാഹരിക്കാൻ സായുധ പോരാട്ടത്തിൽ ഏർപ്പെട്ടതോടെ മാവോയിസ്റ്റ് ഫോക്കസ് ആയുധം നേടുന്നതിനും അതിനായി പണമുണ്ടാക്കുന്നതിനുമായി. പോരാട്ടത്തിന് ആയുധങ്ങൾ സമാഹരിക്കാൻ മാവോയിസ്റ്റുകൾ കോർപ്പറേറ്റ് ആയുധ വ്യാപാരികളെയും
രാജ്യവിരുദ്ധ ശക്തികളെയുമാണ് ആശ്രയിക്കുന്നത്. കൂടുതൽ ആയുധങ്ങൾ, അത് നേടാൻ കൂടുതൽ പണം എന്ന മാവോയിസ്റ്റ് ലക്ഷ്യങ്ങളെ ഇതിനകം ആയുധ വ്യാപാരികളും പണവ്യാപാരികളും റാഞ്ചിക്കഴിഞ്ഞതായാണ് വിവരം. വിപ്ലവത്തിന്റെ പേരിൽ ആവേശം കൊള്ളുന്ന ഈ വിഭാഗം ലൈംഗിക അരാജകത്വവും മയക്കുമരുന്ന് ഉപയോഗവും കലവറയില്ലാതെ പ്രോത്സാഹിപ്പിച്ചത് വനിതാ പ്രവർത്തകരെ സംഘടനയിൽ നിന്ന് അകറ്റി എന്ന് റിപ്പോർട്ടുണ്ട്. തിരുനെല്ലി, തലപ്പുഴ, വെള്ളമുണ്ട, മേപ്പാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലും കണ്ണൂർ, വയനാട്, മലപ്പുറം, വയനാട് അതിർത്തിയിലും രക്തസാക്ഷി വാരാചരണ പശ്ചാത്തലത്തിൽ പോലീസ് ജാഗ്രതയിലാണ്. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. വന്യമൃഗശല്യം പൊറുതിമുട്ടി നാട്ടുകാർ. രാപ്പകൽ ഭേദമില്ലാതെ കാട്ടാനകളും കടുവകളും കാട്ടുപോത്തുമടക്കം വന്യമൃഗങ്ങളും ജനവാസ മേഖലയിൽ ഇറങ്ങുകയാണ്. കാടും നാടും വേർതിരിക്കണമെന്ന പതിറ്റാണ്ടുകൾ നീണ്ട ആവശ്യം വീണ്ടും ശക്തമാവുന്നു. വയനാട്ടിൽ വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുകയാണ്. രാപ്പകൽ ഭേദമില്ലാതെ കാട്ടാനകളും കടുവകളും കാട്ടുപോത്തടക്കമുള്ള വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുകയാണ്. കർഷകരുടെ തനാണ്ട് സമ്പാദ്യം വന്യജീവികൾ കവരുന്നത് അവരെ കൊടും പട്ടിണിയിലാക്കുന്നു. വയനാട്ടിൽ 5000-അധികം ഏക്കർ കൃഷിഭൂമിയാണ് വന്യമൃഗശല്യത്താൽ തരിശായി മാറിയത്. കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ തിരുനെല്ലി പഞ്ചായത്തിൽ മാത്രം 78 ജീവനുകളാണ് വന്യജീവികൾ കവർന്നത്. 350 ആക്രമണ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തു. 892 ചതുരശ്ര കിലോമീറ്റർ വനവിസ്തൃതിയുള്ള വയനാട്ടിൽ 40% വനഭാഗമാണ്. 2015-16 3182 വന്യമൃഗ ആക്രമണ സംഭവങ്ങളിൽ 3 ജീവനുകൾ പൊലിഞ്ഞു. 2006-2007 ഇത് കേവലം 948-ഉം 2ഉമായിരുന്നു. ഇത് വനംവകുപ്പിന്റെ കണക്കുകളാണ്. തിരുനെല്ലി പഞ്ചായത്തിലെ കാട്ടിക്കുളത്ത് ഇന്നലെയാണ് കുഞ്ചലൻ എന്ന ആദിവാസി വൃദ്ധനെ കാട്ടാന കുത്തിക്കൊന്നത്. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ജില്ലയിൽ 60% വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വന്യമൃഗശല്യം തീരെ ഇല്ലാതായിരുന്ന പല ഭാഗങ്ങളിലും ഇന്ന് കാട്ടാനകളുടെ വിളയാട്ടമാണ്. ഇതിനു മുന്നിൽ പലപ്പോഴും പതറുകയാണ് വനംവകുപ്പ്. കാടും നാടും തമ്മിൽ വേർതിരിക്കണമെന്ന പതിറ്റാണ്ടുകളുടെ ആവശ്യമാണ് വയനാട്ടിൽ ഇപ്പോൾ ഉയരുന്നത്. അനുപൂർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. അനർഹമായി AAY മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്ന റേഷൻ കാർഡ് ഉടമകളെ കണ്ടെത്തുന്നതിന് ബത്തേരി താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് പുൽപ്പള്ളി മേഖലയിൽ പരിശോധന നടത്തി. അനർഹമായി കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവർ ഈ മാസം 30-നകം സപ്ലൈ ഓഫീസിൽ തിരിച്ചേൽപ്പിച്ച് അർഹമായ കാർഡ് വാങ്ങണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനർഹരെ കണ്ടെത്തുന്നതിന് പരിശോധന ആരംഭിച്ചത്. പുൽപ്പള്ളി മേഖലയിലെ കബനിഗിരി, പാടിച്ചിറ, മരക്കടവ് എന്നിവിടങ്ങളിൽ വീടുകൾ കയറിയാണ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം മലവയൽ, പൂമല, കല്ലുവയൽ, അമ്പുകുത്തി എന്നിവിടങ്ങളിലും പരിശോധന നടത്തി. വരും ദിവസങ്ങളിലും ബത്തേരി താലൂക്കിലുള്ള വിവിധ മേഖലകളിൽ പരിശോധന നടത്തുമെന്ന് സപ്ലൈ ഓഫീസർ പി പ്രശാന്ത് പറഞ്ഞു. റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ PV മുരളീധരൻ, EM സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ അനർഹരായ കാർഡുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും പരിശോധനാ സംഘം പറഞ്ഞു. മരക്കടവ് എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി വരികയാണ്. ഇപ്പോൾ ഇതുവരെയായിട്ട് ആറോളം കാർഡുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പരിശോധന നടന്നു വരികയാണ്. നമ്മൾ മുൻഗണനാ വിഭാഗത്തിൽ വന്നിട്ടുള്ള 4 ചക്ര വാഹനമുള്ളവർ, സർക്കാർ ജീവനക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർ, 1 ഏക്കറെ കൂടുതൽ ഭൂമിയുള്ള ആൾക്കാർ, 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ സ്ഥലമുള്ള ആൾക്കാർ, ഇവരെല്ലാം തന്നെ ഇതിന്ന് സ്വമേധയാ മാറണം. 30-ാം തീയതിക്ക് മുൻപ് മാറിയില്ലെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർക്കെതിരെ ശിക്ഷ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. റേഷൻ കാർഡിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നെന്മേനി പഞ്ചായത്ത് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 29-ന് രാവിലെ 10 മണിക്ക് ബത്തേരി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടിണിപ്പാവങ്ങളെ APL ലിസ്റ്റിലും സമ്പന്ന കുടുംബങ്ങളെ BPL ലിസ്റ്റിലും ഉൾപ്പെടുത്തിയാണ് പുതിയ കാർഡ് വിതരണം ചെയ്യുന്നത്. പ്രതിഷേധ സമരം IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 29-ാം തീയതി ശനിയാഴ്ച രാവിലെ നെന്മേനി മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സിവിൽ സപ്ലൈസ് ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തുന്നതിനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA ശ്രീ IC ബാലകൃഷ്ണനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. പുതിയ റേഷൻ കാർഡുകളിൽ വ്യാപകമായ ക്രമക്കേടുകളുണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഉള്ള BPL ആയിട്ടുള്ള ആളുകളെ, അതോടൊപ്പം തന്നെ ആദിവാസികളായിട്ടുള്ള ആളുകൾ, സ്വന്തം 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്ത ആളുകൾ, ഇവരൊക്കെ തന്നെ ഇപ്പോൾ APL റേഷൻ കാർഡിലാണ്. ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനും സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനും സംയുക്തമായി സംഘടിപ്പിച്ച വനിതാ സംരംഭകർക്കുള്ള സ്വയം തൊഴിൽ വായ്പാ മേള ജില്ലാതല ഉദ്ഘാടനം ടൗൺ ചർച്ച് ഓഡിറ്റോറിയത്തിൽ മാനന്തവാടി MLA OR കേളു നിർവഹിച്ചു. വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ KS സലീഖ അധ്യക്ഷയായിരുന്നു. മാനന്തവാടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രതിഭ ശശി, കൌൺസിലർമാരായ ശാരദ സജീവൻ, സീമന്തിനി സുരേഷ്, ലില്ലി കുര്യൻ, അഡ്വക്കേറ്റ് പടയൻ റഷീദ്, KV ജുബൈർ തുടങ്ങിയവർ സംസാരിച്ചു.
കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ പ്രവർത്തകർ കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് സംസ്ഥാന സെക്രട്ടറി പത്മനാഭൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പി രാജൻ, ടി ഗോപിനാഥൻ, മണി പൊന്നോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പങ്കാളിത്ത പെൻഷന്റെ കാര്യത്തിൽ കേരളത്തിലുള്ള സവിശേഷ സാഹചര്യമുണ്ട്. നമ്മളത് പരിശോധിക്കേണ്ടതാണ്. നമുക്കറിയാം, ഇന്ന് ഇവിടെ സൂചിപ്പിച്ചു, പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കാത്ത 2 സംസ്ഥാനങ്ങളാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. ഒന്ന് പശ്ചിമ ബംഗാളും മറ്റൊരു ത്രിപുരയിലുമാണ്. ഒട്ടേറെ കാര്യങ്ങളിൽ പ്രതിരോധപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്ന വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നവരാണ് പശ്ചിമ ബംഗാൾ ഭരിക്കുന്ന ശ്രീമതി മമതാ ബാനർജി. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DDE ഓഫീസ് മാർച്ച് നടത്തി. മുസ്ലിം ലീഗ് കൽപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് റസാഖ് കൽപ്പറ്റ ഉദ്ഘാടനം ചെയ്തു. KN സിദ്ദീഖ്, AP അബ്ദുൽ സലാം, അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ പ്രവർത്തനങ്ങൾക്ക് വേണം. HM ചെയ്യുന്ന ജോലി ചെയ്യണം, കഞ്ഞി വെക്കുന്നവരുടെ ജോലി ചെയ്യണം, അധ്യാപകരുടെ ജോലി ചെയ്യണം. എന്നാൽ ഒരു അറബി അധ്യാപകനെ HM പോസ്റ്റിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു നിയമം തെരഞ്ഞ ഗവൺമെന്റ് ഒന്ന് ഒരു അഭിപ്രായം പറഞ്ഞപ്പോഴേക്ക് നമ്മുടെ രാജ്യത്തിന്റെ മുഖം മാറി, ചിത്രങ്ങൾ മാറി. അറബി അധ്യാപകർ ഈ വിദ്യാലയങ്ങളിലെ പുരോഗമന പ്രവർത്തനത്തിന്റെ പങ്കാളികളാകുകയോ 1ാം സ്ഥാനത്തെത്തപ്പെടുകയോ അങ്ങനെ പ്രവർത്തിച്ചതിന്റെ പാരമ്പര്യം രാജ്യത്തുള്ള മുഴുവൻ വിദ്യാലയങ്ങളിലുമുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് അറബി അധ്യാപകർക്ക് HM പോസ്റ്റിലേക്ക് വരാൻ പാടില്ലാത്തത്? കാഞ്ഞിരത്തിനാൽ ഭൂമി പ്രശ്നം ജോർജിന്റെ കുടുംബം നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ കുടുംബത്തിന് അനുകൂലമായ തീരുമാനമെടുക്കാൻ സർക്കാർ തീരുമാനിക്കുകയാണെന്ന് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയെ അറിയിച്ചു. വില കൊടുത്തു വാങ്ങിയ ഭൂമി വനം വകുപ്പ് അന്യായമായി പിടിച്ചെടുത്തതിനെതിരെ കാഞ്ഞിരത്തിനാൽ കുടുംബം നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഇനി ഓഗസ്റ്റ് 2-ന് കേസ് പരിഗണിക്കും. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന് അനുകൂലമായ തീരുമാനങ്ങളെടുക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ രഞ്ജിത്ത് തമ്പാൻ ഹൈക്കോടതിയെ അറിയിച്ചു. കേസിൽ എതിർകക്ഷിയാണ് സർക്കാർ. മുൻ കേന്ദ്ര നിയമമന്ത്രിയും നിലവിൽ NDA ദേശീയ സമിതി അംഗവുമായ PC തോമസാണ് കാഞ്ഞിരത്തിനാൽ കുടുംബത്തിനു വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാകുന്നത്. ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട കേസിൽ 7/12/2017 ഹൈക്കോടതി വിധി പറഞ്ഞിരുന്നു. വിധി കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന് എതിരായിരുന്നു. വിധിക്കെതിരെ റിവ്യൂ ഹർജി ഫയൽ ചെയ്യാൻ താമസിച്ചത് മാപ്പാക്കണമെന്ന കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന്റെ ഹർജിയാണ് കോടതി അംഗീകരിച്ചത്. 76 ദിവസം വൈകിയാണ് കാഞ്ഞിരത്തിനാൽ കുടുംബത്തിനു വേണ്ടി റിവ്യൂ ഹർജി നൽകിയത്. കേസുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ പക്കലുള്ള വിലപ്പെട്ട രേഖകൾ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്നതിന് വന്ന കാലതാമസമാണ് ഹർജി ഫയൽ ചെയ്യാൻ താമസിപ്പിച്ചതെന്ന് അഡ്വക്കേറ്റ് PC തോമസ് ബോധിപ്പിച്ചത് കോടതി അംഗീകരിക്കുകയായിരുന്നു. ജസ്റ്റിസുമാരായ PN രവീന്ദ്രൻ, ശേഷാദ്രി നായിഡു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. വനം വകുപ്പ് അന്യായമായി പിടിച്ചെടുത്ത 12 ഏക്കർ ഭൂമി വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട കാഞ്ഞിരത്തിനാൽ ജോർജിന്റെ മരുമകൻ ജെയിംസ് കലക്ടറേറ്റ് പടിക്കൽ കുത്തിയിരിപ്പ് സമരം തുടരുകയാണ്. ജെയിംസ് വിവരാവകാശ നിയമപ്രകാരം സമ്പാദിച്ച രേഖകളാണ് ഹൈക്കോടതിയിൽ കേസിന് ബലം പകരുന്നത്. വയനാട് ന്യൂസ്, കൽപ്പറ്റ. കാഞ്ഞിരത്തിനാൽ ഭൂമി വിഷയത്തിൽ ഹൈക്കോടതിയിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചതിനാൽ MLA-മാർക്കെതിരായ സമരപരിപാടിയിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുന്നതായി കാഞ്ഞിരത്തിനാൽ ഭൂസമര സഹായ സമിതി ഭാരവാഹികൾ. കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന് നീതി ലഭിക്കാൻ നിലപാട് സഹായകമാകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വളരെ അനുകൂലമായ നിലപാടാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ കോടതി ചേർന്നപ്പോൾ ഈ കേസിൽ വീണ്ടും സാവകാശം ആവശ്യപ്പെട്ടു, ഗവൺമെൻറ് ആവശ്യപ്പെട്ടു. 2 ആഴ്ച കൂടി സാവകാശം ഗവൺമെൻറ് ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഇദ്ദേഹത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാമെന്നും അതിന് ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന് അനുകൂലമായുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നും അതിന് ഞങ്ങൾക്ക് രേഖകൾ ഹാജരാക്കാൻ 2 ആഴ്ച കൂടി സമയം വേണമെന്നും പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ആവശ്യപ്പെട്ടപ്പോൾ, പക്ഷേ ഇനിയും ഈ 3 ആഴ്ച ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയതുകൊണ്ട് ഇനി സമയം കൊടുക്കരുത് എന്ന്. ജില്ലയിൽ ചില സ്കൂളുകളിൽ അനധികൃതമായി നിർബന്ധിത മെഡിക്കൽ എൻട്രൻസ് കോച്ചിംഗ് നൽകുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് യുവജനതാദൾ S പണം വാങ്ങി നിർബന്ധിതമായാണ് കോച്ചിംഗ് നടത്തുന്നതെന്നും കൽപ്പറ്റ നിയോജകമണ്ഡലം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പണലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ചില സ്കൂളുകളിൽ നിർബന്ധിത മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് കൊടുക്കുന്നത്. ഇത് മൂലം ഉണ്ടാകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് വരെ നന്നായി പഠിച്ച കുട്ടികൾക്ക് +2 എത്തുമ്പോഴേക്കും ഈ എൻട്രൻസിന്റെ ഒരു അമിത ഭാരം കൂടി വരുമ്പോൾ കൂടുതലായിട്ടും മാർക്കിൽ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന്റെ അതേ പെർഫോമിൽ +2 പാസ്സാവാനോ സാധിക്കുന്നില്ല. അതായത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ഒരു രീതിയാണ് ചില സ്കൂൾ മാനേജ്മെന്റ്. CSI മലബാർ ഡയോസിസ് ഓർഡിനേഷൻ സർവീസ് പ്രോസ്പിറ്റർ പട്ടവും ഡിയോക്കാൻ പട്ടവിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. ബത്തേരി സെന്റ് തോമസ് CSI ചർച്ചിൽ പട്ടദാനം ബിഷപ്പ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ നിർവഹിച്ചു. ചടങ്ങിൽ നിരവധി വൈദികരും വിശ്വാസികളും പങ്കെടുത്തു. ഇനി എഡിറ്റേഴ്സ് ചോയ്സ്.
നെൽകൃഷിയും കൊയ്ത്തും ജീവിതാഘോഷത്തിന്റെ ഭാഗമാക്കിയിരുന്ന ആദിവാസി ജനതയുടെ കമ്പളനാട്ടിയെ പുനരുജ്ജീവിപ്പിച്ച് മീനങ്ങാടി പാലക്കാമൂല പാടശേഖരം കൈവിട്ടുപോയ കാലത്തെ തിരിച്ചുകൊണ്ടുവന്നു. വയൽവരമ്പിൽ നിലവിളക്ക് കൊളുത്തിവെച്ച് തയ്യാറാക്കിയ ഞാറ്റുമുടികളുമായ ആദിവാസികൾ ഞാറ്റടിയിൽ തുടിതാളത്തിൽ കമ്പളനാട്ടിക്ക് ചുവടുവച്ചു. വയനാട്ടിലെ പണിയ, അടിയ, കുറുമ ആദിവാസി വിഭാഗങ്ങളാണ് പരമ്പരാഗതമായി വയലേലകളിൽ കമ്പളനാട്ടി നടത്തിവന്നത്. വയലിൽ ഞാറുനടുന്നത് ദൈവികമായ ആചാരമായി അധ്വാനത്തെ ആത്മീയ സാധനയായി മാറ്റിയ ഒരു ജനതയുടെ ജീവിതത്തെ തന്നെയാണ് കമ്പളനാട്ടി അടയാളപ്പെടുത്തുന്നത്. ചേറാക്കിയ ഞാറ്റുപാടത്ത് തുടിയുടെ താളത്തിൽ നൃത്ത ചുവട് വെച്ചാണ് കമ്പളനാട്ടിയിൽ ഞാറുനടൽ. വയലിന്റെ ഒത്ത നടുവിൽ നിന്ന് ഒരേ സമയം നട്ട് പിന്മാറുന്നു. പൂട്ടിയൊരുക്കിയ കണ്ടം മുഴുവൻ ഒറ്റയടിക്ക് ഞാറുനട്ട് പിന്നോട്ടിറങ്ങുകയാണ് കമ്പളനാട്ടിയിൽ. ചമ്പക്കുനി തമ്പുരങ്കു ഇഞ്ചിലവ കമ്പള കമ്പളത്തെങ്ക് തോട്ടയും കൊയ്യാലും കൊണ്ടുവരി നിങ്ങളും തമ്പുരന പാപ്പത്തിക്കു കമ്പളവും കാണണം കമ്പളത്തെങ്ക് ചോറും വെച്ചു കുമ്പളക്കറിയും വെക്കണം എല്ലാരും പോയരൂ കമ്പളനാട്ടിക്കൂ എല്ലാരും പോയരൂ കമ്പളനാട്ടിക്കൂ. ഒറ്റയടിക്ക് ഞാറുനടുന്നതുകൊണ്ട് ഞാറ്റടി ഒരുമിച്ച് തെഴുത്തു വളർന്നു കൊതുമ്പാകും. തുലാപ്പത്തിന് പുത്തരി ഉത്സവത്തിന് ദൈവങ്ങൾക്ക് നിവേദ്യമൊരുക്കുക കമ്പളനാട്ടിയിലെ നെല്ല് കൊയ്തെടുത്താണ്. 5 ഏക്കർ പാടത്താണ് കമ്പളനാട്ടിയിൽ ഇന്ന് ഞാറുനട്ടത്. റിട്ടയർഡ് പോസ്റ്റ്മാസ്റ്റർ ലക്ഷ്മി പൊങ്ങിയമ്പം, മക്കളായ പ്രദീപ്, പ്രമോദ് എന്നിവരാണ് ഇന്ന് കമ്പളനാട്ടിക്ക് നേതൃത്വം നൽകിയത്. എക്സൈസ് ഉദ്യോഗസ്ഥനാണ് പ്രമോദ്. പ്രദീപ് പോലീസിലും. ടില്ലറിന് പകരം പരമ്പരാഗത നാടൻ കലപ്പ ഉപയോഗിച്ച് വയലുഴുത് ഞവരി ഉപയോഗിച്ച് ചേറടിച്ച് നിരപ്പാക്കിയായിരുന്നു വയലിൽ ഞാറുനട്ടത്. ചമ്പക്കുനി തമ്പുരങ്കു ഇഞ്ചിലവ കമ്പള കമ്പളത്തെങ്ക് തോട്ടയും കൊയ്യാലും കൊണ്ടുവരി നിങ്ങളും തമ്പുരന പാപ്പത്തിക്കു കമ്പളവും കാണണം കമ്പളത്തെങ്ക് ചോറും വെച്ചു കുമ്പളക്കറിയും വെക്കണം എല്ലാരും പോയരൂ കമ്പളനാട്ടിക്കൂ എ.പി. ഷാജി, വയനാട് ന്യൂസ്, മീനങ്ങാടി. വയനാട് ന്യൂസ് ഇനി മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കും. യൂട്യൂബിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ youtube.com/user/വയനാട് vision/videos എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ facebook.com/wv വയനാട് ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. അമ്പലവയലിൽ 20ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധ. ആശുപത്രിയിലായത് ടൗണിലെ ചായക്കടയിൽ നിന്ന് ഉള്ളിവട കഴിച്ചവർ. ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. ഫ്രീഡം ടു മൂവ് പ്രവർത്തകർ ബത്തേരിയിൽ റോഡ് ഉപരോധിച്ചു. രാത്രിയാത്രാ നിരോധനത്തിൽ അടുത്ത മാസം 7-ന് മുഖ്യമന്ത്രിയുമായി ചർച്ച. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചു. ബീനാച്ചിയിലെ വർക്ക്ഷോപ്പ് ജീവനക്കാരൻ അറസ്റ്റിൽ. ലഹരിയുടെ നീരാളിപ്പിടുത്തം ക്യാമ്പസുകളിൽ അശാന്തി പടർത്തുന്നു. പെൺകുട്ടികളടക്കം മയക്കുമരുന്നിന്റെ പിടിയിൽ. വയനാട് ന്യൂസ് അന്വേഷണം. പുൽപ്പള്ളിയിൽ വിദ്യാർത്ഥിനികളെ പോലും മയക്കുമരുന്ന് ലോബി ഇരകളാക്കുന്നതായി ABVP. മജുംദാർ രക്തസാക്ഷി ദിനാചരണവുമായി മാവോയിസ്റ്റുകൾ. പോലീസ് ജാഗ്രതയിൽ. ദിനാചരണം നാളെ മുതൽ. കാഞ്ഞിരത്തിനാൽ ഭൂമി പ്രശ്നം. MLA-മാരെ വിചാരണ ചെയ്യുന്നതിൽ നിന്ന് സമരസഹായ സമിതി പിന്മാറി. ഹൈക്കോടതിയിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചു. അധ്വാനത്തെ ആത്മീയ സാധനയാക്കി കമ്പളനാട്ടി. ഞാറ്റടിയിൽ തുടികൊട്ടി നൃത്തം വെച്ച് ആദിവാസികൾ. എഡിറ്റേഴ്സ് ചോയ്സ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.